Hello, myself Aravind. Welcome to Zodiac Academy. നമ്മളിപ്പോൾ Zodiac Academy-യിൽ HAAD-ൻ്റെ MOH-ൻ്റെ DHA-യുടെയും Dialysis Technician കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ നിങ്ങളോട് അറിയിച്ചു കൊള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡെമോ ക്ലാസ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. നമ്മളപ്പോൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡയാലിസിസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓർ ബേസിക്സ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മളിന്ന് ഫസ്റ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യം നമ്മൾ ഒരു പേഷ്യൻറ്റ് ഡയാലിസിസ് ചെയ്യുന്ന എപ്പോഴാണ്? ആ പേഷ്യൻ്റെ കിഡ്നി കറക്റ്റായിട്ടുള്ള ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ കിഡ്നി കറക്റ്റായിട്ടുള്ള ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥ വരുമ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ യൂറിൻ വഴി വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം റിമൂവ് ചെയ്യാത്തൊരവസ്ഥയിലോ ആണ് നമ്മൾ മെയിനായിട്ട് ഡയാലിസിസ് ഒരു പേഷ്യൻറ്റ് ചെയ്തു തുടങ്ങുന്നത്. അങ്ങനെ ആ കിഡ്നി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ് നമ്മൾ പറയുന്നത് CKD or end stage renal disease എന്ന് പറയും. So, dialysis is the procedure used to correct fluid and electrolyte imbalances and to remove waste products in renal failure. Renal failure ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം ആർട്ടിഫിഷ്യലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോഡയാലിസിസ് മെയിനായിട്ട് വരുന്നത് ഇൻ സെന്റർ ഡയാലിസിസ് ഉണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഹോം ഡയാലിസിസ്. അപ്പോൾ മെയിനായിട്ട് ഹീമോഡയാലിസിസ് വരുന്നത് ഇൻ സെന്റർ ആൻഡ് ഹോം. നെക്സ്റ്റ് വൺ പെരിറ്റോണിയൽ. പെരിറ്റോണിയൽ മെയിനായിട്ട് വരുന്നത് ഹോം ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ മെയിനായിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും കൂടെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ വരുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ്. ഒരു റീനൽ ഫെയിലിയർ ആയിട്ടിരിക്കുന്ന പേഷ്യൻറ്റിന് ഹീമോഡയാലിസിസ് പെരിറ്റോണിയൽ ഡയാലിസിസും കഴിഞ്ഞിട്ട് മെയിനായിട്ട് നമുക്ക് വരുന്ന ഒരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഹീമോഡയാലിസിസ് ഇൻ സെൻറ്റർ ഹീമോഡയാലിസും ഉണ്ട്, ഹോം ഡയാലിസും ഉണ്ട്. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഹോം ഡയാലിസിസ് തന്നെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോഡയാലിസിസ്. ഹീമോ സിംപ്ലി മീൻസ് ബ്ലഡ്, ഡയാലിസിസ് മീനിങ് ടു പാസ് ത്രൂ. ഹീമോഡയാലിസിന്റെ ആ ഒരു വാക്കിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ഹീമോ ആൻഡ് ഡയാലിസിസ്. ഹീമോ എന്ന് പറയുന്നത് മെയിനായിട്ട് ബ്ലഡ്, ഡയാലിസിസ് എന്ന് പറയുമ്പോൾ പാസ് ത്രൂ. ഇറ്റ് റിമൂവ്സ് നൈട്രോജീനിയസ് വേസ്റ്റ് പ്രോഡക്ട്സ്, എക്സസ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഫ്രം ദി ബ്ലഡ് ബൈ മീൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ കിഡ്നി. ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി ഉപയോഗിച്ച് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്ലഡ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. നിയർലി 90% ഓഫ് ഓൾ ഡയാലിസിസ് പേഷ്യൻസ് റിസീവ്സ് ഹീമോഡയാലിസിസ്. ഒരു ഡയാലിസിസ് പേഷ്യൻസിൽ ഒരു 90% ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹീമോഡയാലിസിനെ തന്നെയാണ്. ബാക്കിയുള്ള ഒരു 10% മാത്രമാണ് പെരിറ്റോണിയൽ ഡയാലിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇറ്റ് റിമൂവ്സ് ദി നൈട്രോജീനിയസ് വേസ്റ്റ് പ്രോഡക്ട്സ്, എക്സസ് ഫ്ലൂയിഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഫ്രം ദി ബ്ലഡ് ബൈ മീൻസ് ഓഫ് പെരിറ്റോണിയൽ മെംബ്രെയിൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ഹീമോഡയാലിസിസ് ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിൽ ആ ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ പെരിറ്റോണിയൽ മെംബ്രെയിൻ തന്നെയാണ്. ആ ഒരു പെരിറ്റോണിയൽ മെംബ്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് പെർഫോം ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി 10 to 15 പേഷ്യൻസ് ആർ റിസീവിങ് പെരിറ്റോണിയൽ ഡയാലിസിസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിലൊരു 10 to 15% ആൾക്കാരാണ്, അല്ലെങ്കിൽ പേഷ്യൻസ് ആണ് മെയിനായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ഹോപ്റ്റ് ചെയ്യുന്നത്. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മുടെ പേഷ്യൻസിന് തന്നെ സ്വന്തമായി ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് നമ്മളിപ്പോൾ സെൻറ്റർ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല, വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ പേഷ്യൻറ്റിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഹൗ ലോങ് ഡസ് ഹീമോഡയാലിസിസ് ടേക്ക്? നമ്മുടെ ഹീമോഡയാലിസിന്റെ മെയിൻ ഒരു പ്രവർത്തന സമയം, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന്റെ ടൈം എന്ന് പറയുന്നത് മെയിനായിട്ട് 4 hours ആണ്. 2 to 4 hours ആണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ടൈം എന്ന് പറയുന്നത്. ഹീമോഡയാലിസിസ് യൂഷ്വലി ഈസ് ഡൺ 3 times a week. ആദ്യം ഒരു 2 days per week പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു കിഡ്നി ഫംഗ്ഷൻ കുറയുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും അത് 3 times a week വരെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ക്യാൻ റീഡ്, റൈറ്റ് ആൻഡ് സ്ലീപ്, ടോക്ക് ഓർ വാച്ച് TV. ഇതാണ് ഹീമോഡയാലിസിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹീമോഡയാലിസിസ് മെഷീൻ, നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ കിഡ്നി, അത് പേഷ്യന്റ് വഴി നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന്റെ ഫോട്ടോയാണ് നമ്മൾ ഈ ഇതിൽ കാണുന്നത്.
നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയലൈസർ. Dialyser are hollow fiber artificial kidneys that contain thousands of tiny tubules that act as semi-permeable membranes. ഞാൻ നേരത്തെ പറഞ്ഞില്ല, സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ടാണ് ഈ ഹീമോ ഡയാലിസിസ് പെർഫോം ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നീസ് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് വേറൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി വെച്ച് നമ്മൾ പെർഫോം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റ് ചെയ്തു കൊടുക്കുകയാണ്. ആ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് നമ്മൾ ഡയലൈസർ എന്ന് പറയുന്നത്. The blood flows through the tubules while a solution circulates around the tubules. That's called dialysate. ഒരു ഡയലൈസേറ്റിന്റെ സഹായത്തോടു കൂടി ആ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ട് ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഡയലൈസർ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി. The exchange of waste from the blood to the dialysate occurs through the semi-permeable membrane of the tubules. ആ സെമി പെർമിയബിൾ മെംബ്രെയിനിലാണ് ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്ട്സിലേക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റിമൂവൽ നടക്കുന്നത്. Direction of blood and dialysate flow in artificial kidney. The blood flows in one direction and the dialysate flows in the opposite. ആ ഒരു ബ്ലഡും ഡയലൈസേറ്റും പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡയലൈസറിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ലാർജർ മോളിക്യൂൾസ് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഡയലൈസേറ്റ് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മുടെ ബ്ലഡ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ പിക്ചറാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയലൈസർ. ഇതാണ് ഇതിലാണ് ഡയലൈസേറ്റ് ഇൻ ചെയ്യുന്ന കമ്പാർട്ട്മെന്റ് ആണിത്. ആ പോകുന്ന ഡയലൈസേറ്റ് തിരിച്ചു വരുന്നു. ഇതുവഴി നമ്മൾ ബ്ലഡ് കടത്തി വിടുന്നു. ഇതിന്റെ നടുക്കായിട്ടാണ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വരുന്നത്. ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈ രണ്ട് കമ്പാർട്ട്മെന്റ്സിനെ ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് സ്ഥലത്തൂടെ ഇപ്പോൾ ബ്ലഡ് ഇതുവഴി ഇൻ ചെയ്തിട്ട് തിരിച്ച് ഔട്ട് വഴി പോയിട്ട് തിരിച്ച് പേഷ്യൻ്റെ ബോഡിയിലേക്ക് കയറി പോകുന്നു. ഡയലൈസേറ്റ് ഇതുവഴി ഡയലൈസറിലേക്ക് കയറുന്നു, തിരിച്ച് ഇതിന് ശേഷം ഫിൽട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഇതുവഴി ഡയലൈസറിൽ കൂടെ തിരിച്ചു പോകുന്നു. ഇതാണ് മെയിൻ ആർട്ടിഫിഷ്യൽ കിഡ്നിയുടെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയാലിസിസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് നമ്മുടെ ഡയാലിസിസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ, സെക്കൻഡ് വൺ ഓസ്മോസിസ്, തേർഡ് വൺ എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ. അപ്പോൾ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, അൾട്രാ ഫിൽട്രേഷൻ എന്നീ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് നമ്മുടെ ഹീമോഡയാലിസിസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഡിഫ്യൂഷൻ, മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട്സ് ഫ്രം ആൻ ഏരിയ ഓഫ് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ടു ആൻ ഏരിയ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. നമ്മുടെ സൊല്യൂട്ട്സ് ഗ്രേറ്റർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് കടത്തിവിടുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ റീനൽ ഫെയിലിയർ, യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് മൂവ് ഫ്രം ദി ബ്ലഡ് ടു ദി ഡയലൈസേറ്റ് വിത്ത് ദി നെറ്റ് എഫക്ട് ഓഫ് ലോവറിംഗ് ദെയർ കോൺസെൻട്രേഷൻ ഇൻ ദി ബ്ലഡ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ആയിട്ട് വരുന്ന യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ സ്മോളർ പാർട്ടിക്കിൾസ്, അതായത് ഇപ്പോൾ യൂറിയയും ക്രിയാറ്റിനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിയാണ് സ്മോളർ മോളിക്കുലർ വെയിറ്റ് ഉള്ള സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ യൂറിയ പെട്ടെന്ന് ഫിൽട്ടർ ആയി പോകും. അതായത് ക്രിയാറ്റിൻ കുറച്ചുകൂടെ സൈസ് കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം ക്രിയാറ്റിൻ ഫിൽട്ടർ ആയി പോകും. അങ്ങനെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ബട്ട് WBCs, RBCs and other contents within the blood are too large to diffuse across the membrane. ഇപ്പോൾ RBCs, WBCs എന്ന് പറയുന്ന വലിയ വലിയ കണ്ടൻസ് ഒക്കെ ഈ ഒരു മെംബ്രെയിൻ വഴി ഡിഫ്യൂഷൻ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓസ്മോസിസ്. ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ആൻ ഏരിയ ഓഫ് ലെസർ ടു ആൻ ഏരിയ ഓഫ് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. ലെസർ കോൺസെൻട്രേഷനിൽ നിന്ന് ഗ്രേറ്റർ കോൺസെൻട്രേഷനിലേക്ക് ഫ്ലൂയിഡ് ഫിൽട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലൂയിഡ് കടത്തിവിടുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ഈസ് ആഡഡ് ടു ദി ഡയലൈസിംഗ് സൊല്യൂഷൻ ആൻഡ് ക്രിയേറ്റ്സ് ആൻ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് അക്രോസ് ദി മെംബ്രെയിൻ ടു റിമൂവ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം ദി ബ്ലഡ്. നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ നിന്ന് എക്സസ് ആയിട്ട് വരുന്ന ഫ്ലൂയിഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതായത് മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ആൻ ഏരിയ ഓഫ് ലെസർ കോൺസെൻട്രേഷൻ ടു ഗ്രേറ്റർ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറഞ്ഞ ലെസർ കോൺസെൻട്രേഷനിൽ നിന്ന് ഗ്രേറ്റർ കോൺസെൻട്രേഷനിലേക്ക് ബ്ലഡ് കടത്തി വിടുമ്പോഴേക്കും അതിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ്, എക്സ്ട്രാ വരുന്ന ഫ്ലൂയിഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു മെത്തേഡാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അൾട്രാഫിൽട്രേഷൻ ആണ്. അൾട്രാഫിൽട്രേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് വാട്ടർ മൂവിങ് അണ്ടർ ദി ഹൈ പ്രഷർ ടു ആൻ ഏരിയ ഓഫ് ലോ പ്രഷർ. നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉപയോഗിച്ച് ആ ഒരു ഹൈ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്ക് നമ്മുടെ വാട്ടറിനെ കടത്തിവിടുന്ന ഒരു ടെക്നിക്കാണ് അൾട്രാഫിൽട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ വരുന്ന ഫ്ലൂയിഡൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അൾട്രാഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മുടെ ഡയാലിസിന്റെ മെയിൻ ഒരു പ്രിൻസിപ്പിളാണ് അൾട്രാഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് മച്ച് മോർ എഫിഷ്യൻറ്റ് അറ്റ് വാട്ടർ റിമൂവൽ ദാൻ ഓസ്മോസിസ്. ഓസ്മോസിനെ കാട്ടിയും വാട്ടർ റിമൂവലിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്തിരി കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമുക്ക് അൾട്രാഫിൽട്രേഷൻ എന്ന് പറയുന്നത്. Ultrafiltration is accomplished by applying negative pressure or a suctioning force to the dialysis membrane. നേരത്തെ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് പ്രഷർ, നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉപയോഗിച്ചിട്ട് അത്രയും പ്രഷർ കൊടുത്ത് ആ ഒരു ഫ്ലൂയിഡിനെ വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു അവസ്ഥയാണ്, ഡയാലിസിസ് മെംബ്രെയിൻ വഴി എടുക്കുന്ന ഒരു അവസ്ഥയാണ് അൾട്രാഫിൽട്രേഷൻ എന്ന് പറയുന്നത്. വാസ്കുലർ അസസ് ഓഫ് ഹീമോഡയാലിസിസ്. നമുക്കറിയാം, ഇപ്പോൾ ഹീമോഡയാലിസിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻ്റെ ബോഡിയിൽ ഒരു അസസ് ഉണ്ടാവണം. അതായത് ആ പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ടും ഫിൽട്ടർ ചെയ്ത ശേഷം പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ടും തിരിച്ച് ബോഡിയിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ പേഷ്യൻ്റെ ബോഡിയിലേക്ക് ഒരു അസസ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കും, അല്ലെങ്കിൽ മെയിനായിട്ട് പറയുന്നത് ഒരു പാത്ത് വേ ഉണ്ടാക്കിയിരിക്കും. ആ ഒരു പാത്ത് വേ ആണ് നമ്മൾ വാസ്കുലർ അസസ് എന്ന് പറയുന്നത്. അസസ് ടു ദി പേഷ്യൻസ് വാസ്കുലർ സിസ്റ്റം must be established to allow blood to be removed, cleaned and returned to the patient's vascular system. Several types of access are available: fistula, graft and central venous and catheter. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഫിസ്റ്റുലയാണ്. ഫിസ്റ്റുല എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു പെർമനന്റ് ആക്സസ് ആണ് ഫിസ്റ്റുല. ക്രിയേറ്റഡ് സർജിക്കലി, usually in the forearm by joining an artery to a vein either side to side or end to end. ഒരു ആർട്ടറി നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ പേഷ്യൻ്റെ കയ്യിലുള്ള ഒരു ആർട്ടറിയും വെയിനും തമ്മിൽ സൈഡ് ടു സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ ആർട്ടറിയുടെ സൈഡിൽ നിന്ന് വെയിൻ്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ ആർട്ടറിയുടെ എൻഡിൽ നിന്ന് വെയിൻ്റെ സൈഡിലായിട്ടോ ജോയിൻ ചെയ്യിക്കുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് അനസ്റ്റമോസിസ് എന്ന് പറയും. അനസ്റ്റമോസിസ് ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് എ വെയിൻ ഈസ് നോൺ ആസ് ഫിസ്റ്റുല. അതൊരു പെർമനന്റ് ആക്സ് ആണ്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും കറക്റ്റായിട്ട് ക്യൂർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അസസ് ആണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ദ ആർട്ടീരിയൽ സെഗ്മെന്റ് ഓഫ് ദി ഫിസ്റ്റുല ഈസ് യൂസ്ഡ് ഫോർ ദി ആർട്ടീരിയൽ ഫ്ലോ ആൻഡ് ദി വീനസ് സെഗ്മെന്റ് ഫോർ റീ ഇൻഫ്യൂഷൻ ഓഫ് ദി ഡയലൈസ്ഡ് ബ്ലഡ്. അതിൽ ആർട്ടീരിയൽ സെഗ്മെന്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് ആ ബ്ലഡ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും വീനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റെ ബോഡിയിലേക്ക് തിരിച്ച് ബ്ലഡ് കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് വീനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത്രയും ബ്ലഡ് ഫ്ലോയിൽ അല്ലെങ്കിൽ 250 to 300 ml പെർ അവർ നമുക്ക് ബ്ലഡ് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫിസ്റ്റുല അത്രയും കേപ്പബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു അസസ് അത്രയും കേപ്പബിൾ ആയിരിക്കണം. അത്രയും ആ ഒരു ബ്ലഡ് ഫ്ലോ താങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ് ആണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. The fistula takes 4 to 6 weeks to mature before it is ready for use. ആ ഒരു ഫിസ്റ്റുല മെച്ചുവർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു അനസ്റ്റമോസിസ് സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു 4 to 6 weeks കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു ഫിസ്റ്റുല മെച്ചുവർ ആവുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഡയാലിസിന് കേപ്പബിൾ ആവുന്നത്. ആ ഒരു ഡയാലിസിസ് കേപ്പബിൾ ആവുന്ന ടൈം വരെ അല്ലെങ്കിൽ മെച്ചുവർ ആവുന്ന ടൈം വരെ നമുക്ക് ആ ഫിസ്റ്റുല പേഷ്യൻ്റ് ഡയാലിസിസ് പെർഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. This gives time for healing and for the venous segment of the fistula to dilate. The patient is encouraged to perform exercises to increase the size of the vessels, that is squeezing a rubber ball for forearm fistulas. നമ്മുടെ പേഷ്യൻ്റെ കയ്യിലേക്ക് ഒരു ബോൾ കൊടുത്തിട്ട് അത് സ്ക്വീസ് ചെയ്ത് നമ്മുടെ കയ്യിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുവഴി പെട്ടെന്ന് ആ ഫിസ്റ്റുല മെച്ചുവർ ചെയ്യിക്കാനും വേണ്ടിയിട്ട് ആ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഫിസ്റ്റുല മെച്ചുവർ ചെയ്തെടുക്കുകയും ആ ഡയാലിസിസ് പെർഫോം ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാഫ്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടെമ്പററി അസസ് ആണ് ഗ്രാഫ്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു ഫിസ്റ്റുല ഒരു പെർമനന്റ് അസസ് ആണെന്ന് പറഞ്ഞു, ഗ്രാഫ്റ്റും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെർമനന്റ് അസസ് ആണ്. ഇപ്പോൾ ഫിസ്റ്റുല മെച്ചുവർ ആവാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫിസ്റ്റുല ഇടാൻ വേണ്ടി പേഷ്യന്റ് കേപ്പബിൾ അല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. An arteriovenous graft can be created by subcutaneously inserting
a biologic, semi-biologic or synthetic graft material between an artery and vein. നമ്മുടെ ആർട്ടറി ആൻഡ് വെയിനിലേക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ അനസ്റ്റമോസിസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വേറൊരു സിന്തറ്റിക് ട്യൂബ് വഴി ആ ഒരു സിന്തറ്റിക് ട്യൂബ് ഇട്ടിട്ട് ഒരു അസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡിക്കേഷൻസ്: when the patient's vessels are not suitable for the fistula. പേഷ്യൻ്റെ വെസൽസ് ഫിസ്റ്റുലയ്ക്ക് സ്യൂട്ടബിൾ അല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ ഗ്രാഫ്റ്റിന് വേണ്ടി ഓപ്റ്റ് ചെയ്യാറുണ്ട്. ഗ്രാഫ്റ്റ് ആർ യൂഷ്വലി പ്ലേസ്ഡ് ഇൻ ദി ഫോറം, അപ്പർ ആം ഓർ അപ്പർ തൈ. ഇതാണ് ആർട്ടീരിയോവീനസ് ഫിസ്റ്റുലയുടെ മെയിനായിട്ട് വരുന്ന ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ സെഫാലിക് വെയിനും റേഡിയൽ ആർട്ടറിയുടെ സൈഡ് ടു സൈഡ് അനസ്റ്റമോസിസ് വെച്ചിട്ടാണ് ഇതിൽ ഫിസ്റ്റുല പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗ്രാഫ്റ്റിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൽ വരുന്ന ഗ്രാഫ്റ്റ്. റേഡിയൽ ആർട്ടറിയും മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ്റെയും മിഡിലായിട്ട് ഒരു ഗ്രാഫ്റ്റ് ഇട്ടതിന് ശേഷം അതുവഴി ഒരു അസസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊസീജിയറാണ് ഇതിൽ ഈ ഒരു ഡയഗ്രാമിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻട്രൽ വെയിൻ കത്തീറ്റർ. എ തേർഡ് ടൈപ്പ് ഓഫ് വാസ്കുലർ അസസ് ഈസ് എ വീനസ് കത്തീറ്റർ. A venous catheter is a plastic tube which is inserted into a large vein, usually in the neck. നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്ന ഒരു വെയിനിലേക്ക് വേറൊരു കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഡയാലിസിസ് പെർഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ് ആണ് സെൻട്രൽ വീനസ് കത്തീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഡയാലിസിന്റെ പ്രൊസീജിയറിനെ കുറിച്ചാണ്. പേഷ്യൻ്റ് അസസ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കാനുലേറ്റഡ്. ആദ്യമേ നമ്മുടെ പേഷ്യൻ്റ് അസസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കാനുലേറ്റ് ചെയ്യുന്നു. ഹെപ്പാരിൻ ഈസ് അഡ്മിനിസ്റ്റേർഡ്. ഹെപ്പാരിൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. ബ്ലഡിൻ്റെ ക്ലോട്ടിങ് തടയാൻ വേണ്ടി അല്ലെങ്കിൽ ആൻറ്റി കൊയാഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഹെപ്പാരിൻ ആൻഡ് റെഡ് ബ്ലഡ് flows through the semi-permeable dialysis in one direction and dialysis solution surrounds the membrane and flows in the opposite direction. അതിൻ്റെ മെയിൻ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ വൺ ഡയറക്ഷനിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. തിരിച്ചൊരു ഡയറക്ഷനിലേക്ക് നമ്മുടെ ഡയാലിസിൻ്റെ അപ്പുറത്തെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ വഴി നമ്മുടെ ഡയാലിസേറ്റും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് സൊല്യൂഷൻ കൺസിസ്റ്റ് ഓഫ് ഹൈലി പ്യൂരിഫൈഡ് വാട്ടർ ടു വിച്ച് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് ഡെക്സ്ട്രോസ് ഹാവ് ബീൻ ആഡഡ്. മെയിനായിട്ട് നമ്മുടെ ഡയാലിസിസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡയാലിസേറ്റ് എന്ന് പറയുന്നത് ആസിഡും ബൈകാർബണേറ്റും ഉണ്ടാവും. അതിൽ ആസിഡ് സൊല്യൂഷനിൽ മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം ക്ലോറൈഡ്, ഡെക്സ്ട്രോസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു ആസിഡ് സൊല്യൂഷനിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ ബൈകാർബണേറ്റ് ഈസ് ആഡഡ് ടു അച്ചീവ് ദി പ്രോപ്പർ pH ബാലൻസ്. നമ്മുടെ പേഷ്യൻ്റെ ബ്ലഡിലെ കറക്റ്റ് pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയാലിസേറ്റിൽ ബൈകാർബണേറ്റ് യൂസ് ചെയ്യുന്നത്. അത് മെഷീനിലേക്ക് കയറിയതിന് ശേഷം അത് രണ്ടും കൂടെ മിക്സ് ആയതിനു ശേഷം ആ മിക്സ് ആയ ഒരു സൊല്യൂഷനാണ് തിരിച്ച് നമ്മുടെ ഡയാലൈസറിലേക്ക് കയറി ബ്ലഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി കയറിയിട്ട് തിരിച്ച് ഡ്രെയിൻ ഔട്ടായി ആവശ്യം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡയാലിസിസ് സൊല്യൂഷൻ പുറത്തേക്ക് വരുന്നു. Through the process of diffusion, solute in the form of electrolytes, metabolic waste products, acid-base balance components can be removed or added to the blood. Excess water is removed from the blood through ultrafiltration. നമ്മുടെ ഡിഫ്യൂഷനും അൾട്രാഫിൽട്രേഷനും ഉപയോഗിച്ച് നമ്മുടെ എക്സസ് ആയിട്ട് നമ്മുടെ പേഷ്യൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ വരുന്ന വാട്ടർ എല്ലാം റിമൂവ് ചെയ്ത് കളയുന്നു. ബാക്കി ഡിഫ്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും ബാക്കി വേസ്റ്റ് പ്രോഡക്ട്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ആസിഡ് ബേസ് ബാലൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഡിഫ്യൂഷൻ വഴി നമ്മുടെ ഡയാലിസിസ് വഴി കൊണ്ടുപോകുന്നു. ദ ബ്ലഡ് ഈസ് ദെൻ റിട്ടേൺ ടു ദി ബോഡി ത്രൂ പേഷ്യൻ്റ് ആക്സസ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വീനസ് സൈഡ് വഴി ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഫ്ലൂയിഡ് എല്ലാം റിമൂവ് ആയതിനു ശേഷം അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഫ്ലൂയിഡ് റിമൂവ് ചെയ്തതിന് ശേഷം പ്യുവർ ആയിട്ടുള്ള ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ് മാറി പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് നമ്മുടെ പേഷ്യൻ്റെ ബോഡിയിലേക്ക് തിരിച്ച് കയറ്റി വിടുവാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ്. Peritoneal membrane serves as the semi-permeable membrane of the for dialysis. ഈ പെരിറ്റോണിയൽ ഡയാലിസിൽ നമ്മുടെ പെരിറ്റോണിയൽ മെംബ്രെയിൻ ആണ് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സെമി പെർമേബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ രോഗികൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് റിപ്പീറ്റഡ് സൈക്കിൾ ഓഫ് ഇൻസ്റ്റില്ലിംഗ് ഡയാലൈസിംഗ് സൊല്യൂഷൻ ഇൻ ടു ദി പെരിറ്റോണിയൽ കാവിറ്റി ത്രൂ എ കത്തീറ്റർ ഇൻ ടു ഇറ്റ്. നമ്മുടെ
ആ ഒരു പേഷ്യൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ അബ്ഡോമനിലേക്ക് ഒരു കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ കത്തീറ്ററിലൂടെ ഒരു ഡയാലിസേറ്റ് സൊല്യൂഷൻ പ്ലേസ് ചെയ്തതിനു ശേഷം അതുവഴി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് അല്ലെങ്കിൽ ആ ഒരു ഡയലൈസിങ് സൊല്യൂഷൻ്റെ പ്രഷർ കൊണ്ട് നമ്മുടെ എക്സസൈസ് വരുന്ന ഇലക്ട്രോലൈറ്റ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇതുവഴി ഈ ഒരു പേഷ്യൻ്റ് അബ്ഡോമനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആ അബ്ഡോമനിലേക്ക് ഒരു കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിസ് സൊല്യൂഷൻ ആ ഒരു അബ്ഡോമനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അതിൻ്റെ ഒരു പ്രഷർ കൊണ്ട് ആ ഒരു മെയിൻ ഡ്രെയിനേജ് ബാഗിലേക്ക് ബാക്കി വരുന്ന എക്സ്ട്രാക്ട് വരുന്ന ഫ്ലൂയിഡും ബാക്കി കമ്പോണൻസ് ഒക്കെ ഈ ഒരു ഡ്രെയിനേജ് ബാഗിലേക്ക് എക്സ്ട്രാക്ട് ആയി വരുവാണ്. ഈ ഒരു പ്രൊസീജിയറാണ് മെയിനായിട്ട് വരുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. There are two common types of PD. നേരത്തെ പറഞ്ഞ പോലെ പി ഡിയിൽ 2 ടൈപ്പാണുള്ളത്. അതിൽ CAPD ആണ് ഫസ്റ്റ് വരുന്നത്, which stands for Continuous Ambulatory Peritoneal Dialysis. Happens throughout the day at home or at work while the person goes about his or her day life. CAPD എന്ന് പറയുന്നത് പേഷ്യൻ്റ് തന്നെ ഡെയിലി നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ് CAPD എന്ന് പറയുന്നത്. അതായത് വേറെ ഒരു തരത്തിലുള്ള വേറെ മെഷീനോ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പേഷ്യൻറ്റിന് വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് CAPD എന്ന് പറയുന്നത്. അതൊരു സൈക്കിളായിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡെയിലി ഒരു 3 to 4 times ആ ഒരു സൈക്കിൾ വെച്ച് നമുക്ക് പേഷ്യൻറ്റിന് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് CAPD. Between 1.5 to 3 liters of fluid is run each time for 4 times a day, exchanging for the fluid from the previous exchange. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 to 4 times വെച്ചിട്ട് 1.5 to 3 liters വരെ ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് CAPD വെച്ച് നമുക്ക് പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പേഷ്യൻ്റ് doesn't need a machine for CAPD. All he or she needs is gravity to fill and empty the abdomen. ഒരു മെഷീൻ്റെ സഹായം ഇല്ലാതെ തന്നെ ആ ഒരു കത്തീറ്റർ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് CAPD എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് APD അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഈ ഓട്ടോമേറ്റഡ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ പേഷ്യൻ്റ് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ്, വേറെ ഒരു മെഷീൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ APD എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു സൈക്ലർ മെഷീൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ് ഓട്ടോമേറ്റഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് മെയിനായിട്ട് നൈറ്റിലാണ് ചെയ്യുന്നത്. നമ്മുടെ പേഷ്യൻ്റ് ഉറങ്ങുന്ന ടൈമിൽ നൈറ്റിലായിരിക്കും ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ടൈം എടുക്കും. ഒരു 8 hours വരെയൊക്കെ ആ ഒരു പ്രൊസീജിയറിൻ്റെ സമയം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈമിൽ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി നൈറ്റ് ടൈമിൽ 8 to 12 liters വരെ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. 8 to 10 hours ആണ് അതിൻ്റെ മെയിൻ ഒരു ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡിക്കേഷൻസ് ഓഫ് ഹീമോഡയാലിസിസ്. ഏതൊക്കെ സമയങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഒരു അവസ്ഥയിലാണ് മെയിനായിട്ട് ഹീമോഡയാലിസിസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഓവർലോഡ് നോട്ട് റെസ്പോണ്ടിങ് ടു ഡയോട്ടിക്സ്. ഡയോട്ടിക്സിൻ്റെ ഒരു തരത്തിലുള്ള റെസ്പോണ്ട് ബോഡി ചെയ്യാതാകുമ്പോഴേക്കും നല്ല രീതിയിൽ പേഷ്യൻ്റെ ബോഡിയിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴേക്കും നമ്മുടെ പേഷ്യൻ്റെ കയ്യിലും കാലിലും ഒക്കെ എഡീമ ഉണ്ടാവുകയും ബാക്കി പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ മെയിനായിട്ട് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. യൂറീമിക് കൺവൾഷൻസ്, പെർസിസ്റ്റൻസ് ഡിസ്പ്നിയ, വോമിറ്റിംഗ്, റെസ്റ്റ്ലെസ്നെസ്, സൈൻസ് ഓഫ് പെരികാർഡൈറ്റിസ്, പെരികാർഡിയൽ എഫ്യൂഷൻ, ബയോകെമിക്കൽ ARF, CRF, അല്ലാന്നുണ്ടെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലുവർ, ക്രോണിക് റീനൽ ഫെയിലുവർ എന്നീ അവസ്ഥകളിലാണ് മെയിനായിട്ട് ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. മെയിനായിട്ട് അക്യൂട്ട് റീനൽ ഫെയിലുവർ അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലുവർ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലായിരിക്കും പേഷ്യൻറ്റിന് ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രോണിക് റീനൽ ഫെയിലുവർ അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലുവർ ഉണ്ടാകുന്നത് മെയിനായിട്ട് വരുന്നത് ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അതിലൊരു 40% കേസസും ഹൈപ്പർ ടെൻഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 45% കേസസും മെയിനായിട്ട് ഉണ്ടാവുന്ന ഡയബറ്റീസ് മെലിറ്റസും കൊണ്ടാണ്. അപ്പോൾ പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസ് മെലിറ്റസും ആണ് മെയിനായിട്ട് ആ ഒരു പേഷ്യൻറ്റിന് ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് വരുന്നത്. അടുത്ത അല്ലാതെയുള്ള ചാൻസ് എന്ന് പറയുന്നത് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിൻ്റെ ഇൻഡിക്കേഷൻസും
നേരത്തെ പറഞ്ഞ പോലെ സെയിം ആസ് ഹീമോഡയാലിസിസ് തന്നെയാണ്. ആ ഹീമോഡയാലിസിസ് ചെയ്യേണ്ട അതേ ഇൻഡിക്കേഷൻസ് ഉള്ള പേഷ്യൻസിന് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു AKD CKD ഒക്കെ ഉള്ള അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ ഒക്കെ ഉള്ള പേഷ്യൻസിന് തന്നെയാണ് മെയിനായിട്ട് പെരിറ്റോൺ ഡയാലിസിസ് ചെയ്യുന്നത്. When hemodialysis is not possible due to lack of vascular access in small children, hypotension, unstable cardiovascular and respiratory status, ഇങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ മെയിനായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ഓപ്റ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു പേഷ്യൻറ്റ് വാസ്കുലർ അസസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മോൾ ചിൽഡ്രൻ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് ഓഫ് ഹീമോഡയാലിസിസ് ആൻഡ് പെരിറ്റോൺ ഡയാലിസിസ്. നമുക്കറിയാം ഹീമോഡയാലിസിനായാലും പെരിറ്റോൺ ഡയാലിസിനായാലും ഈ ഒരു പ്രൊസീജിയറിന് ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വിച്ച് ക്യാൻ ബി ലീഡ് ടു ഡെത്ത് വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ട് ഹീമോഡയാലിസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഹൈപ്പോടെൻഷൻ, മസിൽ ക്രാംസ്, ക്ലോട്ട് ഫോർമേഷൻ, സെപ്റ്റിസീമിയ, ഹെപ്പറ്റൈറ്റിസ്, ഡിസിക്വിബ്രിയം സിൻഡ്രോം, ഇതൊക്കെയാണ് മെയിനായിട്ട് ഹീമോഡയാലിസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോഴേക്കും എക്സിറ്റ് സൈറ്റ് ഇൻഫെക്ഷൻ, പെരിനൈറ്റിസ്, അബ്ഡോമിനൽ പെയിൻ, ഹെർണിയ, ലോ ബാക്ക് പെയിൻ, പ്രോട്ടീൻ ലോസ്, അറ്റിലാക്ടാസിസ് ആൻഡ് ന്യൂമോണിയ ആണ് മെയിനായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബിഫോർ ഡയാലിസിസ് നമ്മൾ എന്തൊക്കെയാണ് നോക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡയാലിസിന് മുമ്പേ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇൻഫോംഡ് കൺസെൻറ്റ്, കറക്റ്റായിട്ട് പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യാനായിട്ട് വില്ലിങ് ആണെന്നുള്ളൊരു കൺസെൻറ്റ് മേടിക്കാമെന്നാണ് അതിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ, എന്താണ് പേഷ്യൻറ്റിനോട് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ, എന്താണ് ഈ ഡയാലിസിസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് പേഷ്യൻറ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ആസ്ക് ദ പേഷ്യൻറ്റ് വോയിഡ്. വോയിഡ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പേഷ്യൻ്റെ ബ്ലാഡർ എംറ്റി ആക്കുക അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വോയിഡ് എന്ന് പറയുന്നത്. ചെക്ക് വൈറ്റൽ സൈൻസ്. വൈറ്റൽ സൈൻസ് എന്ന് പറയുമ്പോഴേക്കും BP, പൾസ്, ഇതെല്ലാം വൈറ്റൽ സൈൻസ് എല്ലാം കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ പേഷ്യൻറ്റിനെ ഡയാലിസിന് കയറ്റുക. ചെക്ക് ഫോർ കാനുല ആൻഡ് ഫിസ്റ്റുല ഫോർ പേറ്റൻസി ആൻഡ് പാൽപേറ്റ് ഫോർ ത്രിൽ ആൻഡ് ഓസ്കൾട്ടേഷൻ ഓഫ് ബ്രൂട്ട്സ്. അതായത് കറക്റ്റായിട്ട് നമ്മുടെ ഫിസ്റ്റുല ആയാലും ഏത് വാസ്കുലർസ് ആണെങ്കിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് നമ്മുടെ ത്രില്ലെല്ലാം നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ഡയാലിസിന് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുക. വിത്തോൾഡ് ആൻറ്റി ഹൈപ്പർടെൻസി ഓൺ ദ ഡേ ഓഫ് HD. നമ്മുടെ ഹീമോ ഡയാലിസിൻ്റെ ഡേയിൽ ആൻറ്റി ഹൈപ്പർടെൻസി ഡ്രഗ്സ് കഴിക്കാതിരിക്കാൻ വേണ്ടി പറയുക. കെയർ ഡ്യൂറിങ് ഡയാലിസിസ്. ഡയാലിസിസ് നടക്കുന്ന സമയത്ത്, ഹീമോ ഡയാലിസിസ് നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് അടുത്തത് നോക്കുന്നത്. റെഗുലർ ഒബ്സർവേഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ, ഇപ്പോൾ ഹൈപ്പോടെൻഷനോ മസിൽ ക്രാംസോ അങ്ങനെ വരുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രൊസീജിയറാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ പേഷ്യൻറ്റ് സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ചെക്ക് ആൻഡ് റെക്കോർഡ് വൈറ്റൽസ് എവറി 15 മിനിറ്റ്സ്. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കൂടുമ്പോഴേക്കും പേഷ്യൻ്റെ വൈറ്റൽ സൈൻസ് എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പേഷ്യൻ്റെ ഹൈപ്പോടെൻഷൻ ഒന്നും പോകത്തില്ല, ഹൈപ്പോഗ്ലൈസിമിക് ഒന്നും ആവാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. Each treatment lasts from 2 to 4 hours. During treatment, patient is allowed to read, write, sleep, talk or watch TV. Back care and diversional therapy. Inform to doctor if complications. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കടക്കുക. കെയർ ആഫ്റ്റർ ഡയാലിസിസ്. ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാനുള്ളതെന്നുള്ള കെയർ ആഫ്റ്റർ ഡയാലിസിൽ വരുന്നത്. ചെക്ക് ആൻഡ് റെക്കോർഡ് വൈറ്റൽ സൈൻസ് ആഫ്റ്റർ HD ആൻഡ് ടോട്ടൽ UF. ആ ഒരു ഡയാലിസിസ് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷവും പേഷ്യൻ്റെ വൈറ്റൽ സൈൻസ് എല്ലാം നോർമൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. റെക്കോർഡ് ദ കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണ്, വേറെ ഒരു തരത്തിലുള്ള പ്രശ്നം ഇല്ല എന്നുള്ളത് ഇൻഷുർ ചെയ്യുക. മെഡിക്കേഷൻസ് ആസ് ഓർഡേഡ്. എന്തെങ്കിലും തരത്തിലുള്ള എറിത്രോപോയിന്റോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കൊടുക്കുക. Explain about the care necessary after HD. Inform the family and patients of the date for next dialysis. Send the patient home or ward. നെക്സ്റ്റ് എന്താണ് പേഷ്യൻ്റ് വരാനുള്ളത്, ഏത് ടൈമിലായിരിക്കും പേഷ്യൻ്റ് നെക്സ്റ്റ് ഡയാലിസിസ് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പേഷ്യൻ്റ് വേറെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറിനെ വിളിച്ച് നമ്മുടെ പേഷ്യൻറ്റിനെ തിരിച്ച് വീട്ടിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ വാർഡിലേക്ക് നമ്മൾ വിടുക. ഇത്രയാണ് മെയിനായിട്ട് കെയർ ആഫ്റ്റർ ഡയാലിസിസ് എന്ന് പറയുന്നത്.
ഇതിനെപ്പോലെ മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ള ഈ ഒരു നമ്മുടെ ഡയാലിസിന് അഡ്മിറ്റ് ചെയ്തതിന് ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന വെയിറ്റും അതിനുശേഷം നമ്മൾ ഡയാലിസിസ് കഴിഞ്ഞ ശേഷമുള്ള വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോട്ട് ചെയ്യുക. കറക്റ്റായിട്ട് UF നമ്മൾ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് നമ്മളെ പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടെന്നുള്ളതും നമ്മൾ കറക്റ്റായിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയാലിസിൻ്റെ തന്നെ ഒരു 10 1 word ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിനായിട്ട് നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് ഹീമോഡയാലിസിസ് റിമൂവ്സ് അതർ ദാൻ ഹാർംഫുൾ വേസ്റ്റസ്? ഹാർംഫുൾ വേസ്റ്റ് അല്ലാതെ ഹീമോഡയാലിസിസ് എന്താണ് ഇതിൽ റിമൂവ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്കത് നെക്സ്റ്റ് ഓപ്ഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ, സെക്കൻഡ് സോൾട്ട്, ഇൻസുലിൻ, ഗ്ലൈക്കോജൻ. ഇതിൽ മെയിൻ ആൻസർ എന്ന് പറയുന്നത് പ്രോട്ടീനും കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുന്നതാണ്, ഇൻസുലിനുണ്ട്, ഗ്ലൈക്കോജനുണ്ട്. അപ്പോൾ മെയിൻ ആൻസർ എന്ന് പറയുന്നത് സോൾട്ട് ആണ് അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. Peritoneal dialysis uses a dash as the access for the treatment. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന മെയിനായിട്ട് എന്ത് ചെയ്തിട്ടാണ്, ഒരു കത്തീറ്റർ യൂസ് ചെയ്തതിന് ശേഷമാണ്, കത്തീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിസ് പെർഫോം ചെയ്യുന്നത്. ഫിസ്റ്റുലോ ഗ്രാഫ്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു പേഷ്യൻ്റെ അബ്ഡോമനിലേക്ക് ഒരു കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണ്, ഒരു കത്തീറ്റർ അസസ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പേഷ്യൻ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കത്തീറ്റർ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. In hemodialysis, blood is filtered through a dash: hemolyzer, dialyzer, cholesterol screen, hemoglobin. ഇതിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹീമോഡയാലിസിൽ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ കിഡ്നിയാണ്. അപ്പോൾ ഹീമോഡയാലിസിസ് പ്രൊസീജിയറിൽ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഡയാലൈസർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ കിഡ്നി ഉപയോഗിച്ചിട്ടാണ് ഹീമോഡയാലിസിൽ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡയാലൈസർ ആണ്. In peritoneal dialysis, draining out the dirty fluid and putting in the clean fluid is called a replacement, a hemocleaning, an exchange, a dialysate. ഇതിൻ്റെ മെയിൻ ആൻസർ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിൽ കറക്റ്റായിട്ടുള്ള ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഡയാലിസേറ്റ് നമ്മുടെ പേഷ്യൻ്റെ ബോഡിയിലേക്ക് കൊടുത്തതിന് ശേഷം വേറെ ബാക്കി പുറമേ വരുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന ഡേർട്ടി ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതിൽ എക്സ്ചേഞ്ച് ആണ്. A vascular access is a dash piece of the dialysis machine, medicine taken by people with kidney failure, medical problem needing treatment, special blood vessel used for HD. നമുക്ക് എല്ലാവർക്കും അറിയാം, വാസ്കുലർ അസസ് എന്ന് പറയുന്നത് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അസസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കീ കമ്പോണൻ്റ് ആണ് നമ്മുടെ ഹീമോഡയാലിസിൻ്റെ. അതാണ് വാസ്കുലർ അസസ് എന്ന് പറയുന്നത്. അതായത് HD ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്ലഡ് വെസലിനെയാണ് നമ്മൾ വാസ്കുലർ അസസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ബ്ലഡ് വെസൽ യൂസ് ഫോർ HD. ഹോം HD ഈസ് ടിപ്പിക്കലി ഡൺ ബൈ, നമ്മുടെ ഹോം HD അല്ലെങ്കിൽ ഹോം ഹീമോഡയാലിസിസ് ടിപ്പിക്കലി ആരാണ് ചെയ്യുന്നത്? ദ പേഷ്യൻറ്റ് ആൻഡ് എ പാർട്ട്ണർ, the doctor and a nurse, skilled nurses only, dialysis technicians. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഹോം HD ആണോ PD ആണോ എന്നുള്ള ആദ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം, വേറെ ആരുടെ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്ന ഹോം HD ആണ്, അതായത് ഹീമോഡയാലിസിസ് ആണ്. അപ്പോൾ ഹീമോഡയാലിസിസ് ഒരിക്കലും ആ ഒരു പേഷ്യൻറ്റിന് ഡയാലിസിസ് ടെക്നീഷ്യൻസിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഡയാലിസിസ് ടെക്നീഷ്യൻസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Which form of PD uses a machine? Continuous ambulatory peritoneal dialysis, continuous cycling peritoneal dialysis. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സൈക്ലിംഗ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിലാണ് ആ ഒരു മെഷീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ സൈക്ലർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് കണ്ടിന്യൂസ് സൈക്ലിംഗ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ കണ്ടിന്യൂസ് സൈക്ലിംഗ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇതിൽ ആദ്യം വരുന്ന ഈ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ സഹായം ഇല്ലാതെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPD എന്ന് പറയുന്നത്. Immunosuppressant drugs are taken in dash with hemodialysis, with a kidney transplant, with peritoneal dialysis, with major viruses. ഇപ്പോൾ immunosuppressant drugs എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്ത്
ഒരു കാര്യം നമ്മൾ തിരിച്ച് ബോഡിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്താൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി റിജക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു പേഷ്യൻസിന് റിജക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വിത്ത് എ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. Standard in-center HD is most often done 3 times a week for about 4 hours per treatment. നമ്മുടെ ഇൻ-സെൻറ്റർ എച്ച് ഡി, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന എച്ച് ഡി ഒരു മെയിനായിട്ട് 3 times a week 4 hours വെച്ചിട്ടാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള ട്രൂ ആൻസർ ആണ്. കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 hours ആണ്. മിക്ക പേഷ്യൻസിനും CKD ഉള്ള പേഷ്യൻസിനും 3 times per week ആണ് ചെയ്യുന്നത്. ഗെറ്റിംഗ് ലോങ്ങർ ഓർ മോർ ഫ്രീക്വൻറ്റ് HD ട്രീറ്റ്മെൻറ്റ്സ്. ലോങ്ങർ ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ആ പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ? പ്രൊട്ടക്ട് മൈ ഹാർട്ട്, അലോ ഫ്യൂവർ ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ് ലിമിറ്റ്സ് ആൻഡ് മെഡിസിൻസ്, ഗീവ് മീ മോർ കൺട്രോൾ ഓവർ മൈ ഷെഡ്യൂൾ, ഓൾ ഓഫ് ദി എബോവ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ഇതിന് മെയിൻ ആൻസർ. കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, പേഷ്യൻ്റെ ഹാർട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, ബാക്കി ഫ്ലൂയിഡ് ആൻഡ് ഫ്യൂവർ ഡയറ്റ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗീവ് മീ മോർ കൺട്രോൾ ഓവർ മൈ ഷെഡ്യൂൾ. അപ്പോൾ മെയിൻ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്നത്തെ ഈ സെക്ഷൻ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ ഒരു ടോപ്പിക്സ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ ഡയാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡെയിലി ക്ലാസ് എടുക്കുന്നതായിരിക്കും. MOHനും HAADനും DHAക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ നല്ല രീതിയിലുള്ള കോച്ചിങ്, പലതരത്തിലുള്ള നോളജ് എല്ലാം കിട്ടാൻ വേണ്ടി ഈ ക്ലാസ് കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോഡിയാക് അക്കാഡമി ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക.